പ്രശസ്ത നടിയും മോഡലുമായ ഷെഫാലിയുടെ മരണം ദുരൂഹത നിറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഏജിങ് പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരം? കേവലം 41 വയസ്സ്, ഇത്രയും വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അതിസുന്ദരിയായിട്ടുള്ള ഷെഫാലി നമ്മളെ ഒക്കെ കണ്ടു കഴിഞ്ഞ് അപ്സരസുന്ദരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു സുന്ദരിയാണ്. എല്ലാവിധത്തിലുമുള്ള ശരീരത്തിൻ്റെ ആകാരസൗഷ്ഠവം കൊണ്ടും മുഖത്തിൻ്റെ ഭംഗി കൊണ്ടുമൊക്കെ ഹിന്ദി ഹൃദയഭൂമിയെ തന്നെ പിടിച്ചടക്കിയ ആ സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങനെയുള്ള ആ സുന്ദരി സൗന്ദര്യം ഒരു ലഹരി ഉണ്ടാക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെല്ലാം സൗന്ദര്യം വലിയൊരു ലഹരിയായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ ബൗദ്ധിക്കുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു, സ്പാകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആണുങ്ങളുടെ മേക്കപ്പ് സ്റ്റുഡിയോകൾ ഇന്ന് നഗരങ്ങളിലെമ്പാടുകൊണ്ട് ആണുങ്ങളെല്ലാം അവിടെ പോവുകയും ചെയ്യുന്നു. പണ്ടത്തെ ബാർബർ ഷോപ്പുകളൊന്നും ആളുകൾക്ക് പ്രശ്നമില്ല. ആണുങ്ങൾ തന്നെ ബൗദ്ധിക്കുകളിലേക്ക് പോവുകയും അവരുടെ മുഖം മോടി ഒടിപ്പിക്കാനുള്ള ക്രിയകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അത് സാരമില്ല, അത് കുഴപ്പമില്ല. മുഖത്തിന് ചില നിറഭേദങ്ങൾ ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്, സ്കിന്നിനുള്ള പ്രശ്നമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊരിക്കലും പിടിച്ചു കെട്ടാനാവാത്ത പ്രായത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും സിസ്റ്റങ്ങളെയും ബാധിക്കുന്ന ഹോർമോൺ ചികിത്സകളിലേക്കും ചിലർ പോകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റി ഏജിങ് ചികിത്സ എന്ന്. പ്രായമെന്ന് പറയുന്നത് സ്വാഭാവികവും ജൈവികവും ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി യങ്ങായിട്ട് തോന്നണം എന്നുള്ളൊരു വാശിയോടുകൂടി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നുണ്ട്. നമ്മളറിയാമല്ലോ, കന്നഡയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള താരം 2 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് ആവാം അരുതാത്ത പണികളിലേർപ്പെട്ട നെഞ്ചിൻ്റെ വിരിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമത്തിൽ മുഴുകിക്കൊണ്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. സമാനമായിട്ടുള്ളൊരു സംഭവമാണ് ഷെഫാലി ജാരിവാലിയ, അന്തേരിയിൽ മുംബൈയിലെ അന്തേരിയിൽ താമസിക്കുന്ന ഷെഫാലി ജാരിവാലിയയ്ക്കും ഉണ്ടായത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീദേവി ഇത്തരത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്ന് മരണപ്പെട്ടതെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അപ്പം ഇത്തരത്തിൽ ഇപ്പം ആൻറ്റി ഏജിങ് പ്രോഡക്റ്റുകൾ ഈ ഇടയ്ക്കൊരു വാർത്തയുണ്ടായിരുന്നു. ഒരാൾ ഇതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അത് മുഴുവനും തലയോട്ടി മുഴുവനും പഴുത്ത് വ്രണമായി, വലിയ വാർത്തകളൊക്കെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടാനും ആരോഗ്യം കൂട്ടാനും ഒക്കെ ഉള്ള ചില പ്രോഡക്റ്റുകളും ചില കെമിക്കലുകളും ഒക്കെ യൂസ് ചെയ്യുന്നത് പലർക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് റിയാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇപ്പോൾ ആൻറ്റി ഏജിങ് മാത്രമല്ല, ഈ ഇടയ്ക്ക് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സർജറി ചെയ്തു. കയ്യിലെ മറ്റേ ഫാറ്റ് എടുത്ത് കഴിയുന്നത്. പക്ഷെ എൻ്റെ കൈ മുഴുവനുമായിട്ടും വിരലുകളെല്ലാം മുറിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു കയറുന്നു. വലിയ അതും ഈ പറഞ്ഞ വലിയ കേസും വിവാദവും ഒക്കെ ആയിരുന്നു. അപ്പം ഇത്തരത്തിൽ ആരോഗ്യമേഖലയിൽ ഇങ്ങനെ കൂണ് പോലെ മുളച്ച് പൊന്തി വരുന്ന ഇത്തരം ചെറിയ ചെറിയ ഡിസ്പെൻസറികൾ വർദ്ധിക്കുകയാണ്. അപ്പം ഇതിനൊരു ഒരു പരിധിയിലപ്പുറം ഇതിങ്ങനെ പെരുകി എന്ന പോലെ ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു നിയന്ത്രണമില്ലേ? നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് ഒരു ലഹരിയാണ്. ഞാൻ എന്താ പറഞ്ഞത്, ലഹരിക്ക് നമ്മൾ അടിച്ച് അമർത്തുകയല്ലാതെ അതിന് നിയന്ത്രണങ്ങളില്ല. എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുള്ളൊരു പാച്ചിലാണ് ലഹരി എന്ന് പറയുന്നത്. ഒരു തരം ഇൻടോക്സിക്കേഷൻ, അഡിക്ഷനാണ്. അത്തരം ഒരു അഡിക്ഷനിലാണ് പെട്ടിരിക്കുന്നത്. നോക്കൂ, അന്നത്തെ ദിവസം തന്നെ അവരുടെ വീട്ടിലൊരു പൂജ നടക്കുകയാണ്. ഈ പൂജയിൽ അവിടുത്തെ ഹൈന്ദവാചാരമനുസരിച്ച് എല്ലാവരും ഉപവസിക്കണം. അങ്ങനെയൊരു പൂജയാണ്. ആ ഉപവസിച്ച ദിവസം തന്നെയാണ് ഈ മരുന്ന് അവർ കഴിച്ചത്. ഡോക്ടർ തന്നെ ഉപദേശിച്ച മരുന്നാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രായം കൂടുതൽ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ചുളിവുകൾ, നരകൾ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റയടി മൂലി ചികിത്സയാണ് നടത്തിയത്. ആ ചികിത്സ അന്ന് നടത്താൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ ഉപവാസം അനുഷ്ഠിക്കുമ്പോഴും തൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും പ്രധാനം, ജീവനേക്കാൾ പ്രധാനം എന്നുള്ളൊരു തോന്നലോട് കൂടിയാണെന്ന് തോന്നുന്നു അവരന്നാ മരുന്ന് കഴിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ആ സ്ത്രീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. നോക്കൂ, അപ്പോൾ അതിനോടുള്ള ഒരു ആഭിമുഖ്യം, ഒരു എന്താ പറയുന്നത്, അതിനോടുള്ള ഒരു തരം ആസക്തി വേണ്ടില്ല. സൗന്ദര്യം വർദ്ധിക്കണം, ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നുള്ള തോന്നൽ
അത് പ്രത്യേകിച്ച് അവർ നമ്മളെ പിന്നെ അല്ല ഇൻഡസ്ട്രിയിലാണ്. സാർ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം ഒരു പക്ഷേ സ്കൂളുകളിൽ പോലും കുട്ടികൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതെ അതെ അവര് ചെറിയൊരു പാടോ മോക്കുരു ഒക്കെ വരുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് അതിനെ ഭയങ്കര നെഗറ്റീവ് ഒക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണലി അത് ഇത് ചെയ്യുന്ന കാണും. മാത്രമല്ല ആവശ്യമില്ലാത്ത സിറംസ് ഒക്കെയാണ് കൂടുതലും കുട്ടികൾ യൂസ് ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് വരുന്ന അത് വളർന്നു വരുന്ന ചർമ്മമാണ്, അധികം യൂസ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ഫേസ് വാഷ് ആയാലും അത് ഇതൊക്കെ കെമിക്കൽ അടങ്ങിയ കൂടുതൽ പ്രോഡക്റ്റുകൾ അവർ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഫക്റ്റഡ് ആയിരിക്കത്തില്ല, എഫക്റ്റ് ചെയ്തില്ല. കാരണം ഒരു 30 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൂടുതലും ഈ പറഞ്ഞുള്ള പ്രോഡക്റ്റുകൾ കുറച്ചുകൂടി യൂസ് ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഹോർമോൺ ചേഞ്ചസ് മൂലം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ മുഖത്തിന് ചിലപ്പോൾ ചില കറുപ്പും കാര്യങ്ങളും ഒക്കെ വരും, അത്തരത്തിൽ യൂസ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആവുകയും അവർ അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ വാങ്ങി മുഖത്തല്ല ഇട്ട് ഈ പറഞ്ഞോണം ഗ്ലൂട്ടാത്തയോൺ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ഈ കലക്കി കുടിക്കത്തക്ക രീതിയിലൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. 20 വയസ്സായ കുട്ടികൾ പിന്നെ പറയുകയും വേണ്ട. ചെറിയൊരു മറുകോ പാടോ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാറ്റണമെന്ന് ആലോചിച്ച് ദിവസവും രാത്രി കഴിച്ചു കൂട്ടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ നല്ലതാണ്. പണ്ടത്തെ തലമുറയെക്കാൾ ഇപ്പോൾ കുറച്ചുകൂടെ അതുകൊണ്ട് കുട്ടികളെ കാണാനും നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. ഇപ്പോഴത്തെ അമ്മമാർ കണ്ടില്ലേ, പണ്ടൊക്കെ സന്തൂർ മമ്മിമാർ വല്ലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ സന്തൂർ അച്ഛന്മാരും സന്തൂർ മമ്മിമാരും ഉണ്ട്. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരു പരിധി വിട്ട് പെട്ടെന്ന് നമുക്കൊരു എഫക്റ്റിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടും. പക്ഷേ ഈ പറയുന്നതാണ് ഈ മെഡിസിൻ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരായാലും ഇത്തരത്തിലുള്ള സെൻ്ററുകളാണെങ്കിലും അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പല പ്രോഡക്റ്റുകളും വെക്കും. ഇതിൻ്റെ പുറകെ നടന്ന് അവസാനം മരണം ക്ഷണിച്ചു വരുത്തുകയല്ലേ ചെയ്യുന്നത്, കൂടുതലും കേരളത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും. അതെ, ജീവനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് സൗന്ദര്യം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് സൗന്ദര്യ മത്സരങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. ഈ മത്സരം കൂടെ ഉണ്ട്. അവളേക്കാൾ സുന്ദരിയാവണം എനിക്കെന്നുള്ളൊരു വാശിയും കൂടെ വരുന്നുണ്ട്. ആ സിനിമാ നടൻ തന്നെ, ബാംഗ്ലൂരിലെ പേര് ഞാൻ മറന്നുപോയി, ആ സിനിമാ നടൻ മറ്റവനേക്കാൾ എനിക്ക് മസിൽ വേണം എന്നൊരു തോന്നലാണ്. നോക്കൂ, നമ്മുടെ മമ്മൂട്ടി ഒരിക്കൽ നോക്കിയപ്പോൾ അദ്ദേഹം വയസ്സുകാലത്ത് അവിടെ കയറിയിട്ട് ഈ ഡംബൽസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് വലിയ എക്സർസൈസ് ജിമ്മിൽ കയറിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവതില്ലാത്ത കാലത്ത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് വർഷം മുമ്പാണ്. അപ്പം മമ്മൂട്ടി പറഞ്ഞത്, ഈ റഹ്മാനെ പോലെയുള്ള യുവാക്കളോടൊപ്പം ഞാൻ അഭിനയിക്കേണ്ടത്, അപ്പം അതിനനുസരിച്ച് വേണ്ടേ എന്നുള്ള തോന്നൽ സിനിമാ നടന്മാരിൽ അതുണ്ടാവട്ടെ. ഒരു പരിധി വരെ നമ്മുടെ കണ്ണിലെ നക്ഷത്രങ്ങളാണ് അവർ, താരങ്ങളെന്നാണല്ലോ പറയുന്നത്. അത് പോട്ടെ. പക്ഷേ സാധാരണക്കാരും ഇപ്പോൾ ആ ഒരു രംഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ആണുങ്ങളാണിപ്പോൾ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ സൗന്ദര്യ സംവർദ്ധക സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമായി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നു മാത്രമല്ല, ചുവരുണ്ടെങ്കിലേ നമുക്ക് എഴുതാൻ കഴിയൂ, അത് മറന്നു പോകുന്നു. ജീവനെ, ആരോഗ്യത്തെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രയോഗങ്ങളിലേക്ക് പോകുന്നു ഇവർ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സ്റ്റാർ നക്ഷത്ര തിളക്കം തന്നെയായിരുന്നു. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് ജോൺ കീറ്റ്സ് ആണ് പറഞ്ഞത്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറഞ്ഞ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ ഒരു കവിതയുടെ ശകലമാണത്. പക്ഷേ അതാകാം, ആ സൗന്ദര്യത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് നാച്ചുറലായിട്ടുള്ളതാവണം. അല്ലാതെ നമ്മൾ കൃത്രിമമായിട്ടുള്ള ഉപാധികൾ ഉപയോഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ, അവരുടെ സൗന്ദര്യം ഇപ്പോൾ ഉണ്ടോ, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സൗന്ദര്യമാണ് ഒരു ശരീരത്തിൽ അവശേഷിക്കുക. അഖണ്ഡ ലോഗോ എന്ന് 2002 പുറത്തിറങ്ങിയ ഒരു ഡാൻസ് ആൽബമാണ് അവരെ പ്രശസ്തയാക്കുന്നത്. അതീവ സുന്ദരിയായിരുന്നു, ഇവരുടെ ശരീരത്തിൽ ഷേപ്പും എല്ലാം അതീവ സുന്ദരം. അന്ന് 20 വയസ്സായിരുന്നു, 20 വയസ്സിലാണ് അവർ പങ്കെടുത്തത്. പിന്നെ ബെലിയെ സീസൺ, നച്ച് ബെലിയെ സീസൺ തുടങ്ങി പലതിലും അഭിനയിച്ചു. 2 വിവാഹങ്ങളും ഇതിനോടകം കഴിച്ചിട്ടുണ്ട്. പക്ഷെ പ്രായം കൂടുന്നു എന്നുള്ളൊരു തോന്നൽ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കൂടുതൽ ഈ കൊറിയക്കാരെ അനുകരിക്കുന്നതാണ് കൂടുതലും. പ്രത്യേകിച്ച് മലയാളികൾക്ക് കൊറിയൻ സ്കിന്ന് വേണം എന്നുള്ളൊരു തോന്നലുകളാണ്. അപ്പോൾ കൊറിയൻ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഗ്ലാസിക് ടൈപ്പ് സ്കിന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇതൊക്കെ ഭയങ്കര കെമിക്കൽ. കൊറിയൻ സ്കിൻ എന്ന് പറയാൻ വേറെയാണ്, നമ്മുടെ മലയാളി സ്കിന്ന് വേറെയാണ്. ഇതൊരിക്കലും ആകില്ല എന്നുള്ളൊരു ബോധം മലയാളികൾക്ക്. നമുക്ക് നമ്മുടേതായ ശരിക്കും ആയുർവേദ പ്രോഡക്റ്റുകൾ, മഞ്ഞളാണെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിന് ഇത് ചെയ്തു. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞോണം 30 വയസ്സൊക്കെ അതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ അത്ര ഈ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായപൂർത്തിയായ ഇപ്പം ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു ഡോക്ടറുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ വേറെ അലർജിക്ക് പ്രോബ്ലം ഒന്നുമില്ലാന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഡോക്ടറുടെ, അത് ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറുടെ
സാമീപ്യത്തിൽ നല്ല മെഡിസിൻസ് കഴിക്കുന്നത് നന്നായിരിക്കും. ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ശരി, ഓക്കെ, അത് നന്നായിരിക്കും. പക്ഷെ അല്ലാത്ത കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഈ ഫ്ലിപ്കാർട്ടിലും അതിലും ഒക്കെ കാണണം, പരസ്യങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ വലിയ രോഗങ്ങളിൽ, ഇപ്പം ഈ ഒരു കുട്ടി കഴക്കൂട്ടത്താണ്, തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വിരലുകൾ മുറിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാവി എന്തായി? അതും ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അതിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫാറ്റ് കൂടി. ആ ഫാറ്റ് ഇത് ചെയ്യാൻ വേണ്ടി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബേൺ ചെയ്യുമല്ല, അത് എന്തോ എടുത്തു കളയത്തക്ക രീതിയിലുള്ള ചെറിയ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഭയങ്കരമായിട്ട് ഹൃദയത്തിനെ ബാധിക്കുകയും ഹൃദയത്തിനെ ബാധിച്ചും ഈ വെസൽസിന് എന്തോ പ്രോബ്ലം വന്ന് അങ്ങനെ ഈ വിരലുകൾ മുറിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഈ മുടി വെച്ച് പിടിപ്പിക്കുന്ന സംഗതിയുണ്ട് ഇപ്പോൾ, അത് ഫുള്ള് തലയോട് ഫുള്ള് പഴുത്ത് അയാൾ വലിയ ട്രീറ്റ്മെൻറ്റിലാണ് അയാൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെങ്കിലും സംസ്ഥാനത്തിലെങ്കിലും ഇത്തരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ ഇത്തരം കൂണുപോലെ വളരുന്ന ഡിസ്പെൻസറികൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇവിടെ നമ്മൾ തോന്നുന്ന സൗന്ദര്യ മത്സരം എന്ന് പറയുമ്പോഴും ആ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് ഭ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു വരുന്ന, ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏത് രംഗത്തും, സിനിമയിലായാലും അത് നോവലിലായാലും ശരി, ഏത് സർഗ സൃഷ്ടിയിലായാലും ശരി, പരപ്പിലാണ് നമുക്ക് താല്പര്യം എന്ന് പറയുന്നത് പോലെ ഈ അന്തര സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, ഒരു വളരെ സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ തൊലിപ്പുറമെയുള്ള സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു വശാകുന്ന ഒരു ഭ്രമാത്മകമായ ലോകത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിടുന്നതെന്നും പറയും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും ശരി, ഇത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഇത് നിങ്ങളുടെ സൗന്ദര്യവും പ്രായവും കുറയ്ക്കാനുള്ള നിങ്ങളുടെ തീക്ഷ്ണമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ അനാരോഗ്യത്തിലേക്കോ മരണത്തിലേക്കോ ആയിരിക്കും നയിക്കുക എന്നുള്ളൊരു ബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കേണ്ട ഒരു പാഠമാണ് ഷെഫാലി നമുക്ക് സ്വന്തം മരണത്തിലൂടെ നൽകുന്നത്.